അതിൻ്റെ സൃഷ്ടിയും നിലനിൽപ്പും ലയവും. നക്ഷത്രങ്ങൾ പാത തെറ്റുന്നില്ല, ഗ്രഹങ്ങൾ അവരുടെ ക്രമം ലംഘിക്കുന്നില്ല, കാലം പോലും അതിൻ്റെ പരിധി അറിയുന്നു. സൃഷ്ടി നടക്കുമ്പോഴും ലയം സംഭവിക്കുമ്പോഴും അതിനൊക്കെയും അടിസ്ഥാനമായി ഞാൻ നിലകൊള്ളുന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഭഗവാന്റെ മൂന്നാമത്തെ അവതാരമായ വരാഹ അവതാരത്തെക്കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് ഭഗവാന്റെ ആദ്യത്തെ 2 അവതാരങ്ങൾ പറഞ്ഞു തീർത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വരാഹ അവതാരത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ് വരാഹ അവതാരം? പിന്നെ അതുപോലെ തന്നെ ഈ അസുരന്മാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഭഗവാന് ഓരോ അവതാരങ്ങൾ എടുക്കുമ്പോഴും അസുരന്മാർ വരുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ അസുരന്മാരൊക്കെ ഉണ്ടായത്? അതുകൂടി ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാമല്ലേ. അപ്പോൾ എങ്ങനെയാണ് ആദ്യം അസുരന്മാരുണ്ടായത് എന്ന കാര്യമാണ് ഞാൻ ആദ്യം പറയുന്നത്. ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ വാസസ്ഥാനമായ വൈകുണ്ഠത്തിലെ ദ്വാരപാലകരായിരുന്നു ജയനും വിജയനും. അപ്പോൾ ഒരിക്കൽ ഭഗവാനെ കാണാനായിട്ട് 4 കുട്ടികൾ വരികയാണ്. അവർ കാഴ്ചയിൽ അവർ കുട്ടികൾ തന്നെയായിരുന്നു, പക്ഷേ അവർ പുത്രന്മാരുടെ വേഷമൊക്കെ ധരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വിജയന്മാർ ഈ കുട്ടികളെ കണ്ടപ്പോൾ ഈ ചെറിയ കുട്ടികളാണോ ഭഗവാനെ കാണാൻ വരുന്നത് എന്ന പുച്ഛത്തോടു കൂടി അവരോട് പറയുകയാണ്, നിങ്ങൾക്കൊന്നും കടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരെ കടത്തി വിടുന്നില്ല. അതുമാത്രമല്ല അവരെ ഒത്തിരി കളിയാക്കുന്ന കൂടിയുണ്ട്. അപ്പോൾ കുട്ടികൾ കുറേ പറഞ്ഞു, എന്നിട്ടും അവരത് കേൾക്കുന്നില്ല. അങ്ങനെ ഈ കുട്ടികളുടെ ക്ഷമ കിട്ടും. അങ്ങനെ ഇവർ അവരുടെ കമണ്ഡലുവിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ശാപവചനങ്ങളോട് കൂടിയിട്ട് ഈ ഒരു വിജയന്മാരുടെ ദേഹത്തേക്ക് എറിയാണ്. അതായത് നിങ്ങൾ അസുരന്മാരായിട്ട് 3 ജന്മം എടുക്കുമെന്ന് പറയാണ്. അപ്പോൾ ഈ ശാപം നടക്കുമോ എന്ന സംശയമൊന്നും വേണ്ട. കാരണം അവർ ഈ വിജയന്മാർ വെറും നിസ്സാരരായി കണ്ട അവർ സനൽ കുമാരന്മാരായിരുന്നു. അവർ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും വലിയ ജ്ഞാനമുള്ളവരായിരുന്നു. അപ്പോൾ അവരുടെ ശാപം എന്തായാലും നടക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ വിജയന്മാർ പിന്നീടാണിത് അറിയുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അവർക്ക് അത്രയ്ക്ക് വിഷമമായി. കാരണം ഇത്രയും നാൾ ഭഗവാന്റെ ലാളനയും, കാരണം ഭഗവാന്റെ ആ വൈകുണ്ഠത്തിലെ ദ്വാരപാലകരായിരുന്നു അവർ. അത്രയ്ക്ക് സ്നേഹം ഭഗവാനിൽ നിന്ന് അവർക്ക് ലഭിച്ചിരുന്നു. അപ്പം അങ്ങനെ ജീവിച്ചിരുന്ന അവർക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇനി ഭൂമിയിൽ പോയി ജീവിക്കണം, ഭഗവാനെ പിരിഞ്ഞ് ജീവിക്കണം, അതും അസുരന്മാരായി ജീവിക്കണം എന്നുകൂടി കേട്ടപ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവർ ഭഗവാനെ പോയി കണ്ട് കരയാണ് ഭഗവാന്റെ മുന്നിൽ. അപ്പോൾ കുറേ പറഞ്ഞപ്പോൾ ഭഗവാനും അലിവ് തോന്നുകയാണ്. പക്ഷേ ശാപം ഒരിക്കലും മാറ്റാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഇവരെ ആശ്വസിപ്പിക്കാനായിട്ട് പറയുകയാണ്, നിങ്ങൾ കശ്യപ പ്രജാപതിയുടെ മക്കളായിട്ടാണ് ജനിക്കുക, നിങ്ങളെ വധിക്കും ഞാൻ. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു വീണ്ടും അങ്ങനെ ഞാൻ നിങ്ങളെ ഓരോ ജന്മത്തിലും ഞാൻ നിങ്ങളെ വന്ന് വധിക്കും. അങ്ങനെ നിങ്ങൾക്ക് വീണ്ടും ഇവിടെ ദ്വാരപാലകരായിട്ട് നിങ്ങൾക്ക് നിൽക്കാനായിട്ട്, നിങ്ങളെ പാപങ്ങൾക്ക് അകന്ന് വന്ന് നിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ശാപം എന്ന് പറയുമ്പോൾ ഈ ഒരു അഹങ്കാരത്തിനുള്ള ശാപമാണല്ലോ, അതൊരിക്കലും ഭഗവാനും മാറ്റാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ഒരു വിജയന്മാരാണ് പിന്നീട് ഭഗവാന്റെ 3 അവതാരങ്ങളിലും അവിടെ വില്ലന്മാരായിട്ട്, അതായത് അസുരന്മാരായിട്ട് വന്നത്. അപ്പോൾ നമുക്ക് വരാഹാവതാരത്തിൻ്റെ കാര്യം പറയാം അല്ലേ. അപ്പോൾ മുനിമുഖ്യന്മാരിൽ പ്രമുഖനായിരുന്നു കശ്യപൻ, അതായത് ബ്രഹ്മാവിൻ്റെ മകൻ. അത്രയും വലിയ സ്ഥാനമുള്ളതാണ്. അപ്പോൾ ഈ കശ്യപൻ്റെ വിവിധ ഭാര്യമാരിൽ നിന്നുള്ള കുട്ടികളാണ് പിന്നീട് ഈ ജീവജാലങ്ങളെല്ലാം എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യയായിരുന്നു ദിതി. അങ്ങനെ ഈ കശ്യപനിലും ദിതിയിലും അവർക്ക് ഉണ്ടായ കുട്ടികളാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. അപ്പോൾ ഇവർ 2 പേരും ആരാണ്? നമ്മുടെ വിജയന്മാർ തന്നെയാട്ടോ. ഇവർ അസുരന്മാരാണ്. അങ്ങനെ ഹിരണ്യാക്ഷനാണ് ആദ്യം ആ ഒരു അസുര സ്വഭാവമൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ഹിരണ്യാക്ഷൻ ജനിച്ച് പിന്നെ അസുരനായി കുറച്ച് ശക്തികളൊക്കെ വന്നു. അങ്ങനെ ഹിരണ്യാക്ഷൻ നേരെ പോയിട്ട് സ്വർഗത്തിലേക്ക് പോവാണ്. അങ്ങനെ ഈ സ്വർഗ്ഗമൊക്കെ തല്ലി തകർത്ത്, അതായത് ഒരു അസുര സ്വഭാവം തന്നെയാട്ടോ കാണിക്കുന്നത്. സ്വർഗ്ഗമൊക്കെ തല്ലി തകർത്ത് അതിനുശേഷം പിന്നെ പാതാളത്തിലേക്കാണ് അയാളുടെ യാത്ര. അങ്ങനെ പോകുന്ന വഴിയിൽ ഭൂമി വെറൊരു കളിപ്പന്ത് പോലെയാണ് ഭൂമി
ഹിരണ്യാക്ഷൻ എടുത്തിട്ട് പോകുന്നത്. അങ്ങനെ ആ ഭൂമി അയാൾ ഇങ്ങനെ എന്തോ ഒരു പന്ത് പോലെ തന്നെ ഈ ഒരു വെള്ളത്തിലേക്ക്, അതായത് സമുദ്രത്തിലേക്ക് എടുത്തെറിയാണ്. അങ്ങനെ സമുദ്രത്തിൽ മുങ്ങിപ്പോയ ഭൂമി പിന്നീട് പാതാളത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഇയാൾ പാതാളത്തേക്ക് പോവുക കേട്ടോ. അപ്പോൾ ഈ ഭൂമി മുങ്ങിപ്പോയല്ലോ. അപ്പോൾ ദേവന്മാരൊക്കെ വിഷമിച്ചുകൊണ്ട് ഭഗവാനെ സമീപിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഭൂമിയുടെ അവസ്ഥയൊക്കെ പറയാണ്. അങ്ങനെ ഭഗവാൻ തൻ്റെ മൂന്നാമത്തെ അവതാരം എടുക്കാം എന്ന് പറയാണ്. മൂന്നാമത്തെ അവതാരമായ വരാഹ അവതാരം എടുക്കാം, എന്നിട്ട് ഭൂമിയെ ഞാൻ തിരിച്ച് യഥാസ്ഥാനത്ത് കൊണ്ട് വെക്കാമെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ഈ ഭൂമിയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഭഗവാൻ അനന്തശയ്യയിൽ കിടക്കുന്ന ആ ഒരു അനന്തൻ്റെ ഫണങ്ങളിലാണ് ഈ ഭൂമിയുടെ യഥാർത്ഥ സ്ഥാനം. അങ്ങനെ 8 ഫണങ്ങളുണ്ടല്ലോ, അതിൽ ഓരോന്നിലും ഇങ്ങനെ നീങ്ങുന്നതിനനുസരിച്ചാണ് വിവിധ ഋതുക്കൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സ്ഥാനം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറയാണ്, തിരിച്ച് ആ സ്ഥാനത്ത് തന്നെ ഞാൻ കൊണ്ടുവയ്ക്കാമെന്ന് അവർക്ക് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഭഗവാൻ തൻ്റെ മൂന്നാമത്തെ അവതാരം എടുക്കുകയാണ്. ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് ഒരു ചെറിയൊരു പന്നിക്കുട്ടി പുറത്തേക്ക് വരികയാണ്. അത് പിന്നീട് നിമിഷങ്ങൾ കൊണ്ട് തന്നെ അത് വലിയൊരു വരാഹ രൂപമായി മാറുകയാണ്. അപ്പോൾ ഇതാണ് ഭഗവാന്റെ വരാഹാവതാരം. അങ്ങനെ ഈ വരാഹം നേരെ പോയി ആ സമുദ്രത്തിലേക്ക് ചാടുകയാണ്. എന്നിട്ട് ഭൂമിയെ തൻ്റെ അനന്തമായ ആ തേറ്റയുടെ മുകളിൽ വെച്ചിട്ട് മുകളിലേക്ക് അങ്ങനെ പൊക്കി കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ആ ഒരു രംഗം വളരെ മനോഹരമായിരിക്കും അല്ലേ. അങ്ങനെ ഈ ഒരു സമയത്ത് ഹിരണ്യാക്ഷൻ ഈ കാര്യം അറിയുന്നുണ്ട് കേട്ടോ. താൻ വലിച്ചെറിഞ്ഞ ഭൂമിയെ മഹാവിഷ്ണു ഇതാ ഒരു വരാഹമായിട്ട് ഇതാ മുകളിലേക്ക് പൊക്കി കൊണ്ടുവന്നിരിക്കുന്നു എന്ന കാര്യം ഹിരണ്യാക്ഷൻ അറിയുന്നുണ്ട്. അങ്ങനെ ഹിരണ്യാക്ഷൻ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് ഭഗവാനുമായി യുദ്ധം ചെയ്യാനായിട്ട് ഓടി വരികയാണ്. അപ്പോൾ ഈ ഹിരണ്യാക്ഷന് സത്യത്തിൽ ഈ ഭൂമിയെ വെള്ളത്തിലേക്ക് എടുത്തെറിഞ്ഞത് ഭഗവാനുമായിട്ടൊന്ന് കോർക്കാൻ തന്നെയാണ്. ആ ഒരു ചിന്തയോട് കൂടി തന്നെയാണ് ഹിരണ്യാക്ഷൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ അത് സംഭവിക്കുകയും ചെയ്തു. ഭഗവാൻ ആ ഭൂമിയെ മുകളിലേക്ക് പൊക്കിക്കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഹിരണ്യാക്ഷന് യുദ്ധം ആരംഭിക്കാനായിട്ടുള്ള സമയമായി. അങ്ങനെ ഹിരണ്യാക്ഷൻ വന്ന് യുദ്ധം ചെയ്യുകയാണ്. ഭഗവാൻ ആ വരാഹാവതാരത്തിൽ തന്നെ യുദ്ധം ചെയ്യുകയാണ്. അങ്ങനെ എത്ര വലിയ അസുരനായാലും അവയെല്ലാം സൃഷ്ടിച്ച ഭഗവാന് അവരായിട്ട് വിജയിക്കാൻ വെറും നിമിഷങ്ങൾ മതി. അപ്പോൾ ആ വരാഹ രൂപത്തിൽ തന്നെ തോൽപ്പിക്കുകയാണ്, ഹിരണ്യാക്ഷനെ അങ്ങനെ വധിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വരാഹാവതാരത്തിൻ്റെ കഥ. അങ്ങനെ ആ വധത്തിന് ശേഷം ഭഗവാൻ തൻ്റെ രൂപത്തിലേക്ക്, അതായത് അനന്തശയ്യയിൽ കിടക്കുന്ന ആ ഒരു മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലേക്ക് ചെന്ന് ചേരുകയാണ് ആ വരാഹാവതാരത്തിലുള്ള ഭഗവാൻ. അപ്പോൾ ഇതാണ് ഭഗവാന്റെ വരാഹ അവതാരത്തിൻ്റെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടി ഞാനൊരു കാര്യം കൂടി ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് ഞാൻ കഴിഞ്ഞ പാർട്സിൽ തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യത്തെ അവതാരമായ മത്സ്യാവതാരം എന്നത് അറിവിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു അല്ലേ, ആ ഒരു പുരാണങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരം എന്ന് പറയുന്നത് അധ്വാനം, അതായത് ആ പാലാഴിയിൽ നിന്ന് ലഭിച്ച ആ ഒരു അമൃത് ലഭിക്കില്ല, അവർ ചെയ്ത ആ ഒരു പ്രവൃത്തി നിഷ്ഫലമായി പോകേണ്ട ഒരു സമയത്താണ് ഭഗവാൻ പോയി രക്ഷിക്കുന്നത്. അപ്പോൾ അത് എന്ന് പറയുന്നത് അധ്വാനം രക്ഷിക്കുന്ന തരത്തിലാണ്. ഈ ഒരു അവതാരം നോക്കുകയാണെങ്കിൽ ഭൂമി, അപ്പോൾ അത് രക്ഷിക്കാനാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന്, അതായത് ഒരു ആൾക്ക് ഒരു പ്രാഥമികമായിട്ട് വേണ്ടതും രക്ഷിക്കപ്പെടേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് അറിവ്, അധ്വാനം, ഭൂമി. അപ്പോൾ ഇത് ഒരു ആ തത്വചിന്തയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അത് വലിയ ഒന്ന് നന്നായി ചിന്തിച്ച് നോക്കൂ. അപ്പോൾ ആ ഒരു അവതാരങ്ങളും ശാസ്ത്രമൊക്കെ തമ്മിൽ നല്ല ബന്ധമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ ഒരു അവതാരത്തിൽ ഞാൻ പറഞ്ഞു ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ജനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. രണ്ടുപേരും സഹോദരന്മാരാണ്. ഇവിടെ ഹിരണ്യാക്ഷൻ മാത്രമാണ് വധിക്കപ്പെട്ടത്. ഇനി ഹിരണ്യകശിപു കൂടിയുണ്ട്. അപ്പോൾ ഈ ഹിരണ്യകശിപുവിനെ വധിക്കാനായിട്ട് ഇനിയും ഒരു അവതാരം കൂടി ഭഗവാൻ എടുക്കേണ്ടി വന്നു. അതാണ് നരസിംഹാവതാരം. അപ്പോൾ ഈ നരസിംഹത്തിനെ എല്ലാവരും പേടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ അതിൽ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നരസിംഹത്തിന് പേടിയാണോ അതോ ഭക്തിയാണോ ഉള്ളത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ നരസിംഹാവതാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാവരും അത് കാണുക.
നമ്മൾ ഭഗവാന്റെ 10 ദശാവതാരങ്ങളും കേൾക്കുക എന്ന് പറയുന്നത് മഹാപുണ്യമാണ്. അപ്പോൾ നമ്മളത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. 3 അവതാരങ്ങൾ ഇപ്പോൾ ഇതാ പൂർത്തിയായിരിക്കുകയാണ്. ഇനിയും ബാക്കിയുള്ള എല്ലാ അവതാരങ്ങളും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ കഥകളും കേൾക്കുന്നത്, ഞാനിതിൻ്റെ ആദ്യത്തെ പാർട്ടിൽ അതിൻ്റെ പുണ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് പുണ്യമാണ്. അപ്പോൾ നിങ്ങൾ അത് കേൾക്കുക നന്നായിട്ട്. അതായത് ശ്രവണം എന്ന് പറയുന്നത് നമ്മുടെ ഭക്തിയുടെ ഒരു മാർഗം തന്നെയാണ്. എല്ലാവരും അത് കേൾക്കുക. ഇനി അടുത്ത വീഡിയോ വരുന്നുണ്ട്, ഉടൻ തന്നെ അത് വരുന്നുണ്ട്. താങ്ക് യു.